कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊരു നോർമൽ ഡേ അല്ല, ഇന്ന് കുറച്ചൊരു സ്പെഷ്യലാണ്. അതെന്താ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാണും. ഒരു വല്ലാത്ത പണി കിട്ടിയിട്ടിരിക്കുകയാണോ. സോ ആദ്യം തന്നെ ഞാൻ എൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ നേരെ പോകുന്നത് സ്കിൻ കെയറിലേക്കാണ്. അങ്ങനെ ഫാൻസി ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ. ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീന്. ഇത് മൂന്നും ഞാനിപ്പോൾ സ്ഥിരം ചെയ്യാറുണ്ട്. ഒരു 2 മാസമായിട്ട് എല്ലാ ദിവസവും ചെയ്യും. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിന് നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് ഒരു 20 പുഷപ്പാണ്. ഇതെല്ലാ ദിവസവും ചെയ്യും. ഡെയിലി ഇപ്പോൾ ഇത് ചെയ്തിട്ടാണ് ഞാനൊരു ഡേ തുടങ്ങാറ്. വേറെ നല്ല ഒന്നും കൂടി ഒന്ന് എനർജറ്റിക് ആയിട്ട് ഉഷാറായിട്ട് നമുക്ക് എൻ്റെ ദിവസം മൊത്തം ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ നേരെ താഴെ പോയി ചായ കുടിക്കും. ചായ മാത്രമേ കുടിക്കുള്ളൂ. മുകളിൽ വന്നിട്ട് പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നല്ല മഴയാണ്, നല്ല ഒരു തണുത്ത കാറ്റും ഒരു മഴയും, നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പഠിക്കാനിരുന്നു. ഈ ഹുഡി ഇട്ടത് തണുത്തിട്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മൂക്കിലുള്ള ഈ പിമ്പിൾ ഞാൻ ശ്രദ്ധിച്ചത്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പഠിത്തത്തിലോട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു. സംഭവങ്ങളൊക്കെ ഞാൻ നോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ക്ലാസ്സൊക്കെ കണ്ട്, ക്ലാസ് ഞാൻ 1.5x ഇട്ടിട്ടാണ് കേട്ടോ കാണാറ്. ഓൺലൈൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ 1.5 ശീലിക്കുക. കുറേ സമയം നമുക്ക് ലാഭിക്കാം. ഓക്കെ, വെറുതെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ സംഭവം ഞാൻ ക്ലാസ്സൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ്. രാവിലത്തെ ക്ലാസ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. പഠിത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കടയിലേക്കാണ് കേട്ടോ. സാധനമൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് പെട്ടെന്ന് എത്തേണ്ട ഒരു ആവശ്യമുണ്ട്. എന്താണെന്നൊക്കെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാണും. പെട്ടെന്ന് എനിക്ക് വീട്ടിലെത്തേണ്ട ആവശ്യമുണ്ട്. ഞാൻ വീട്ടിലെത്തി എൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി തൊട്ടിട്ടേ ഇങ്ങനെ മുള്ളുമ്പോൾ നിൽക്കുകയാണ് ഇന്ന് ആവാൻ വേണ്ടിയിട്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നിട്ട് എക്സൈറ്റഡ് ആവാൻ. നമ്മുടെ ബ്ലൂ കളർ ഡയലുള്ള G-Shock ഞാൻ എടുക്കുന്നത്. ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാച്ച്. ഞാൻ കുറേ കാലമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടാ. അവരെ കാറിലാണ് പോണത്. കാർ ഞാനാണ് ഓടിക്കുന്നത്. അതെപ്പോഴും അങ്ങനെയാണ്, ഞാനാണ് വണ്ടി ഓടിക്കാറ്. സോ നമ്മൾ നിലമ്പൂർ നല്ല ഭംഗിയാണ് കേട്ടോ എൻ്റെ സ്ഥലം കാണാൻ, എൻ്റെ നാട് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടേക്കുള്ളവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നേരെ പോയത് ഫെറി ലാൻഡിലോട്ടാണ്. ഫെറി ലാൻഡാണ് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഗംഭീര തിയേറ്റർ. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഇന്ന് കാണാൻ പോകുന്നത് ഡെഡ്പൂൾ ആൻഡ് വോൾവറിനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ എക്സൈറ്റിംഗ് ആയ ദിവസം കേട്ടോ. പിന്നെ നമ്മൾ മൂവിയൊക്കെ തുടങ്ങി. അടിപൊളി മൂവി എന്നൊക്കെ വെച്ചാൽ ഇത്ര എൻ്റർടൈനിങ് ആയ മൂവി ഞാൻ ഈ അടുത്തൊന്നും കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് മുസ്വലയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. സോ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം ഫുഡ് വരാൻ കുറേ ടൈം എടുത്തു. ഞാൻ മാത്രം ബീഫും ബാക്കി എല്ലാവരും ചിക്കനാണ് കേട്ടോ കഴിച്ച്. ഇവൻ നിങ്ങളൊന്ന് സൂക്ഷിച്ചോട്ടോ, എന്താ കാര്യം എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ തിരിച്ച് ഫെറി ലാൻഡിലെത്തി ഗൈസ്. എന്താണ് കാര്യം എന്ന് മനസ്സിലായില്ലേ? ആ നീല ഷർട്ട് ഇട്ട് അവൻ്റെ പേഴ്സ് അവൻ അവിടെ വെച്ച് മറന്നു. അപ്പോൾ ഞങ്ങൾ CCTVയും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് തിയേറ്ററിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ മനസ്സോടെ ഞങ്ങളത് കാണിച്ചു. അവർക്ക് തീരെ താല്പര്യമില്ല, എന്നാലും ഞങ്ങളത് കാണിച്ചു. ഇതാ കണ്ടില്ലേ, ആ തൊപ്പി വെച്ച ആളാണ് ഞാൻ കേട്ടോ. കയ്യിൽ നിറച്ച് സ്നാക്സ് പിടിച്ചിരിക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിയേറ്ററിലൊക്കെ പോയാൽ കൈ നിറച്ച് സാധനം മേടിച്ചിട്ട് അത് മൊത്തം അവിടെ നിന്നാണ് എൻ്റെ പരിപാടി. ഇൻ്റർവ്യൂവിൽ തിയേറ്ററിൽ കയറി നോക്കിക്കോ എന്ന് അവർ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ കയറി നോക്കി സാധനം കിട്ടി. പേഴ്സ് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ നേരെ പോയത് മെമ്മറീസിലാണ് കേട്ടോ. അതെന്നെ കൊണ്ട് എന്തെങ്കിലും മേടിപ്പിക്കണമല്ലോ, ഞങ്ങൾ അവിടെയൊക്കെ തിരഞ്ഞല്ലേ. അപ്പോൾ ഞങ്ങൾ ഐസ് കഴിക്കാൻ പോയതാണ്. ഞാൻ മാത്രം ഫിഗും ബാക്കി എല്ലാവരും ചോക്ലേറ്റും മേടിച്ചു കേട്ടോ. എല്ലാവരും ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെ ഒരു ഫീല്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എന്തൊക്കെയോ സംസാരിച്ചിരുന്നു. എന്താ സംസാരിച്ചതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ടോ. വീട്ടിൽ പോയിട്ട് ഞാനൊരു 10 മിനിറ്റ് എനിക്ക് ഉറങ്ങാൻ പറ്റി. 10 മിനിറ്റ് ഉറങ്ങി കഴിഞ്ഞ് നേരെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിച്ച് ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. ഭയങ്കര ചായ ഉണ്ടാക്കലാണ് കേട്ടോ. അത് എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. പാല് പാക്കറ്റൊക്കെ പൊട്ടിച്ച് പാലൊക്കെ ഒഴിച്ചു. കത്തിക്കാൻ നോക്കുമ്പോഴാണ് ഗൈസ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. ഇവിടെ ഗ്യാസ് ഇല്ല. അപ്പം എന്തായാലും ഗ്യാസ് ഇല്ലയെന്ന് മനസ്സിലായി. ഞാൻ നേരെ അപ്പുറത്ത്, ഇവിടെ 2 അടുപ്പുണ്ട്. അപ്പോൾ 2ാമത്തെ അടുപ്പിൽ പോയിട്ട് അവിടുന്ന് കത്തിച്ച് ചായ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. ചായ അല്ല, ഞാൻ കോഫിയാണ് കുടിക്കാറ്. ചായ ഞാൻ അങ്ങനെ കുടിക്കാറില്ല. കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ ഞാൻ കണ്ടത് ഇവിടെ മാഗി ഇരിക്കുന്നുണ്ട്. ഇതെൻ്റെ പൂച്ചയാണ് മാഗി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ജിമ്മിലോട്ട് ഓടി. ഒട്ടും സമയം കളയുന്നില്ല, നേരെ ജിമ്മിലോട്ട് ഓടി. ജിമ്മിൽ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം എനിക്ക് അങ്ങനെയൊക്കെ എടുക്കാൻ മടിയാണ് പുറത്തൊക്കെ. അപ്പോൾ ഞാനങ്ങനെ വീഡിയോസൊന്നും എടുക്കാറില്ല. ജിമ്മൊക്കെ കഴിഞ്ഞ് ഒരു 6:45 ആയപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടോ.
വീട്ടിലെത്തി 7 മണിയായപ്പോഴേക്കും വേഗം കുളിച്ച് ഡ്രസ്സ് മാറ്റി റെഡി ആയിട്ട് നേരെ സ്റ്റഡി ഹബ്ബ് ചെയ്യാനിരിക്കുകയാണ്. ഞാൻ രാവിലെ പഠിത്തവും രാത്രി സ്റ്റഡി ഹബ്ബുമാണ്. ഇത്രയേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ കപ്ലാനോ BPP ഒന്നും തൊട്ട് പോലും നോക്കിയിട്ടില്ല. അതിന് അടുത്ത മാസം വേണം ഫുള്ളൊന്ന് സെറ്റാക്കാനാണ്. ഞാനിപ്പോൾ മെയിനായിട്ട് ക്ലാസ് കാണലാണ് എൻ്റെ പരിപാടി. അല്ലാതെ ഈ പഠിത്തം ക്വസ്റ്റ്യൻ ചെയ്യലൊന്നും ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ സ്റ്റഡി ഹബ്ബ് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നല്ലാതെ. നമ്മൾ എക്സൽ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ എക്സൽ മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഈ ബുക്കിൽ എടുത്ത് എഴുതാനൊക്കെ അതിനേക്കാളൊക്കെ എത്രയോ എളുപ്പം എക്സല്ല. അതാകുമ്പോൾ കാൽക്കുലേറ്ററും വേണ്ട, ഒന്നും വേണ്ട, എല്ലാതും. ഞാൻ ചെയ്യുന്ന കുറേ ഉത്തരങ്ങൾ തെറ്റാണ് ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമൊക്കെ കിട്ടിയില്ലേ? നിങ്ങൾ കുറേ പേരോട് ഇങ്ങനെ പറയുന്നുണ്ട് ആൻസർ ഒന്നും ചെയ്യുന്നത് കിട്ടുന്നില്ല എന്ന്. എനിക്കും ആൻസർ ഒന്നും ചെയ്യുന്നത് കിട്ടാറില്ല. പിന്നെ നമ്മളത് അങ്ങോട്ട് ഒരു സ്പിരിറ്റിൽ അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് കുറേ ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ചെണ്ണൊക്കെ ശരിയാവും. They ask you how you are, you just have to say that you're fine when you're not really fine. You just can't get into it. ശരിയാവാതെ പോകാൻ ശരിയാവും. അപ്പോൾ അതായത് എൻ്റെ ഉത്തരം തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നോക്കി പഠിച്ചു, ഉത്തരം എന്താണെന്നൊക്കെ നോക്കി മനസ്സിലാക്കി. പക്ഷെ അതിപ്പോൾ തന്നെ ഞാൻ ചെയ്ത് നോക്കൂല. ഇനി ഞാൻ അടുത്ത മാസം ചെയ്ത് നോക്കുള്ളൂ. കാരണം ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ഓൾറെഡി ആൻസർ പഠിച്ചല്ലോ. അപ്പോൾ ഞാൻ ഇനി അടുത്ത മാസം ഇതൊന്നും കൂടി ഫുള്ളൊന്ന് എല്ലാം ഒന്നും കൂടി ഒന്ന് ചെയ്യും. സ്റ്റഡി ഹബിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം അമ്മേൻ്റെ ഒപ്പം അമ്മയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് പറഞ്ഞു. ഡെയിലി വന്ന് എൻ്റെ അണ്ടിപ്പരിപ്പ് മോഷ്ടിക്കലാണ് പണി. കഴിക്കുക എന്നിട്ട് പതുക്കെ ഇങ്ങോട്ട് ചെല്ലാൻ നോക്ക്. ഒന്ന് പോയാ എനിക്ക് വേറെ പണിയുള്ളതാ, ചെല്ല്. ഇപ്പോൾ സമയം 10 മണിയായി. 10 മണി വരെ ഞാൻ പഠിക്കാറുള്ളൂ. അപ്പോൾ പഠിച്ചു കഴിഞ്ഞു, പഠിത്തമൊക്കെ നിർത്തി. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ച് വന്നിട്ടാണ് ഇനിയുള്ള പരിപാടികൾ. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാൻ. ഫുഡ് കഴിച്ച് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് പിന്നെ സ്കിൻ കെയർ ആണ്. ഇത് രാവിലെയും രാത്രി നമ്മൾ ചെയ്യണം കേട്ടോ. സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞാനൊരു 11-11:30 വരെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇന്നിപ്പോൾ രാവിലെ തൊട്ട് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടല്ലോ. സോ ഈ വീഡിയോസിനൊക്കെ ഞാൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ലാപ്ടോപ്പിലേക്ക്. കാരണം എൻ്റെ ഫോണിലാകെ 64 GB സ്റ്റോറേജേ ഉള്ളൂ. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വാട്സപ്പ് പോലും ഓൺ ആവില്ല, മറ്റേ ലോ സ്റ്റോറേജ് കൊണ്ട് കാണിച്ചിരിക്കുകയാണ്. സോ ആ സാധനങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം. സമയം ഒരു 12 മണി ആയിട്ടുണ്ട് കേട്ടോ. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ എൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ ഒരു എനർജി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.